ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ എല്ലാവർക്കും? അപ്പൊ നമ്മള് ലാസ്റ്റ് ഖത്തറിലെ ലാസ്റ്റ് ഡേ ആണ് ഗൈസ്. ഓ, അങ്ങനെ ലാസ്റ്റ് നമ്മൾ പോവാനായിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ നാട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഇന്ദുചൂടനല്ല, ഞാനാണ് ഗൈസ്. അപ്പൊ നമുക്ക് അതിനുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ധൃതിയോടെ നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്താ പറയാ, ഇതൊക്കെ തന്നെ. പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഷൂ എന്നാ പറയുന്നത്. നമ്മുടെ കാറിന്റെ എന്താ പറയാ സൈഡിൽ വെക്കുന്ന ഫുഡ് റെസ്റ്റ് അങ്ങനെ എന്തോണം ഇതിൽ പറയാം. സോ ആ സാധനമാണിത്. സോറി, ഹാൻഡ് റെസ്റ്റ് ആണ്, ഫുഡല്ല, കാലല്ലല്ലോ, കൈയാണല്ലോ. അപ്പൊ ആ സാധനമാണത്. അപ്പൊ അത് നോക്കിയിട്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പിന്നെ ലാസ്റ്റ് മേടിച്ചില്ല, അത് അടച്ചു പോകും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആളിന്റെ കാര്യങ്ങൾ. പിന്നെ കുറച്ച് മുട്ടായും കാര്യങ്ങളൊക്കെ മേടിച്ചു. നമ്മുടെ ഒമാൻ ചിപ്സ് അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ. പക്ഷെ അത്രമാത്രം ഒന്നുമില്ല ലേസ്, എനിക്ക് അത്ര ഇഷ്ടപ്പെടും ചെയ്തില്ല. ലേസ് പിന്നെ ഓൾറെഡി എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് ലേസ് എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് അത്ര പറ്റുകയും ചെയ്തില്ല. കുഴപ്പമില്ല, ഒരു ഓക്കെ ഓക്കെ. കുറച്ച് എന്താ പറയുക, സാൾട്ടിന്റെ ഒരു കുത്തൽ വരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊട്ടെ. അങ്ങനെ വേറെ കുറെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചിട്ട് നമ്മള് അവസാനം ബില്ലിങ്ങിന് പോയതിനു ശേഷം ലാസ്റ്റ് ഞാൻ ഒരു ടച്ചപ്പിന് വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീമും കൂടി എടുത്ത് അതിലിട്ടിട്ട്, ബട്ട് സ്റ്റിൽ ഈ ഐസ്ക്രീം ഇപ്പോഴും ഫ്രിഡ്ജിൽ കിടക്കുകയാണ് ഗൈസ്. കാരണം കുറച്ചേ കഴിച്ചുള്ളൂ. ഇതില് എന്താ പറയാ, ആൽമണ്ട്സും അതുപോലെ കാഷ്നട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു എന്താ പറയാ ഐസ്ക്രീം ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒക്കെ ആ ഒരു എന്താ പറയാ കുത്തലും ടേസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്ര ഒരു ഐസ്ക്രീമിന്റെ ലെവലല്ലായിരുന്നു. അതുകൊണ്ട് അത്ര വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് അത് ഇപ്പോഴും അവിടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ ഞാനൊരു 2 മുട്ടായി എടുത്തിട്ട് എന്ത് ചെയ്തു, ബില്ലാക്കാൻ കൊടുത്ത്. ഒരു ഡയറി മിൽക്കും പിന്നെ നമ്മുടെ ടോബ്ലോറില്ലേ ആ സാധനം വെറുതെ ഇന്ന് നമുക്ക് കഴിക്കാൻ, അത്രേ ഉള്ളൂ. മുട്ടായി ലാസ്റ്റ് മേടിക്കാമെന്നാണ് കാക്കു പറഞ്ഞത്. കാരണം മുട്ടായി ഇപ്പോൾ മേടിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകാനുണ്ടാവില്ല എന്നാണ് ഹസ്ബൻഡിന്റെ പരാതി. അതുകൊണ്ട് മുട്ടായി ഒന്നും ഇപ്പോൾ മേടിച്ചു തന്നില്ല കേസ്. പറഞ്ഞിട്ട് എന്താ കാര്യം, ഇനി പോകാൻ തലേ ദിവസം പോയി മുട്ടായി മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും പോയി മേടിക്കും, അത് വേറെ കാര്യം. അങ്ങനെ ബില്ലൊക്കെ കണ്ട് ആളുടെ ബോധമൊക്കെ ഏകദേശമൊക്കെ പോയിട്ടുണ്ട്. ഇനി ബോധം പോണതിന് മുന്നേ വേഗം കാർ എടുത്തിട്ട് വേണ്ടി പോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ബോധം പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ അതൊക്കെ വീട്ടിലെത്തി. അത്ര പെട്ടെന്ന് വീട്ടിലെത്തിയില്ലേ. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല എന്തിനും വിലക്ക് അത് പോട്ടെ. അങ്ങനെ നമ്മൾ സ്കൂൾ ബാഗും കാര്യങ്ങളൊക്കെ ഇട്ടോ. പിന്നെ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് എന്താ പറയാ പോകുന്നതിന്റെ തലേ ദിവസമായിട്ടുണ്ട്. അപ്പൊ ഇനി അത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ സംഭവങ്ങൾ നമ്മൾ അധികം വീട്ടിലേക്ക് ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങളായിരുന്നു കേട്ടോ അധികം മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ പാക്ക് ചെയ്ത് സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് പിന്നെ നമ്മള് ബാഗൊക്കെ ഉള്ളതാണ്, ഫ്ലൈറ്റിൽ നിന്ന് എന്താ പറയാ വിശന്നതിനൊക്കെ കഴിക്കാലോ, അതിന് വേണ്ടിയിട്ടാണ് ആ സാധനം. അങ്ങനെ അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? അതവിടെ പോട്ടെ. ഇതെന്റെ പുതിയ ബാഗാണ് ഗൈസ്. ഇതൊക്കെ നിങ്ങൾക്ക് വെറുതെ കാണിച്ചു തരാം, അത്രേ ഉള്ളൂ, ഒരു പ്രഹസനം, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഫൈനൽ ടച്ചപ്പും കൂടി ചെയ്തിട്ട് റൂമിനോടും യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ് ഗൈസ്. ഇനി എന്നാണാവോ കാണുക. ടാറ്റ ബൈ, സീ യു ഗൈസ്. വളരെ വളരെ വിഷമമുണ്ട്. എന്നാലും അങ്ങനെ എൻ്റെ ആയുധം ഞാൻ തിരിച്ച് എന്താ പറയാ ആ പെട്ടിയിലൊക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി അത് അവിടെ കിടക്കട്ടെ. എന്നും ചാവി ഞാൻ ആ കൂട്ടാറും തുറക്കാറൊക്കെ. സോ ഇനി മുതൽ ഞാനില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത് നേരെ ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പെട്ടിയെടുത്ത് ലഗേജ് ഇട്ട് പുറത്തേക്ക് എത്തി. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ഗൈസ്. അല്ല, എയർപോർട്ടിലെത്തിയിട്ടില്ല, എയർപോർട്ടിലേക്ക് പോവാണ് ഗൈസ്. എയർപോർട്ടിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു സാൻഡ്വിച്ചും കൂടി മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയാണ് കേട്ടോ, രാത്രി. സോ നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത് 3:40 ദോഹേന്ന്. നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. കൊച്ചിക്കാണ് നമ്മൾ പോണത്. മസ്കറ്റിൽ ഒരു 2 hours ലേ ഓവർ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ പോണത്. സോ ഈ കാണുന്നത് എന്താ അറിയോ, നമ്മുടെ ലബൂബു ആണ് ഗെയ്സ്. ലബൂബുവിനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തതാണ്. ലബൂബ് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കതെന്തായാലും മേടിക്കാൻ പറ്റൂല, കാരണം എന്താ വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് സംഭവമാണ്. ഇനി ഇൻഷാ അള്ളാ നമുക്കതൊന്ന് ഉണ്ടാക്കി വെക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ നമുക്ക് വയ്യെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു. 20 കിലോനായിരുന്നു കേട്ടോ, രണ്ട് ടിക്കറ്റ് ആയിരുന്നു. അപ്പോൾ 20 ടു 40 കിലോനായിരുന്നു. 1 കിലോ നമുക്ക് എക്സ്ട്രാ അല്ല, എന്താ പറയുക, അതിൻ്റെ എക്സ്ട്രാക്ക് വേറെ എന്താ പറയുക കുറവുണ്ടായിരുന്നു. അതിനെന്താ പറയുക, എനിക്ക് ഓർമ്മയില്ല കേസ്. ലെസ്സായിരുന്നു എന്നൊക്കെ പറയാമല്ലോ വേണമെങ്കിൽ. 1 കിലോ ലെസ്സായിരുന്നു. സോ അതൊക്കെ പോയിട്ടും വിഷമം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, പോകുക തന്നെ വേണം, അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ലാസ്റ്റ് എന്തായാലും പോകാന്നുള്ള തീരുമാനത്തിൽ തന്നെ എത്തി. കാരണം ഇവനക്ക് സ്കൂൾ നമ്മുടെ നാട്ടിലാണ് ചേർത്തിരിക്കുന്നത്.
ഖത്തറിലൊക്കെ ചേർത്തണം പുതിയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മളെ കൊണ്ട് താങ്ങത്തില്ല കേസ്. അതുകൊണ്ട് നമ്മൾ നാട്ടിലേക്ക് തന്നെ നമ്മൾ അവിടെ തന്നെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ, സാധാരണ നോർമൽ സ്കൂളിൽ തന്നെ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ട്. സോ അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി നമ്മൾ ഉള്ളിലേക്ക് പോയി. നമ്മൾ രണ്ടാളും മാത്രമായി. അങ്ങനെ അങ്ങനെ കണ്ടോ ഈ കാറൊക്കെ തന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കണം. ആരെങ്കിലും മേടിക്കും ഇതൊക്കെ? എയർപോർട്ടിനുള്ളിൽ കൊണ്ടുപോയിട്ട് കാറോട്ടിന് ഫ്ലൈറ്റ് ഇടാതെ ഇനി കാറിൽ കയറി പോകാൻ വേണ്ടിയിട്ടാണോ? അറിയില്ല ചേച്ചി, എന്താണാവോ സംഭവം. എന്തായാലും കാർ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അതെങ്ങനെ അവിടെ കൊണ്ടുപോയിട്ടു എന്ന് പഠിച്ചോന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ പഠിച്ചോന്ന് പിന്നെ കൊണ്ടുപോയിട്ട് ആൾക്കും അറിയണ്ടാവൂലേ. എന്തായാലും പോട്ടെ. പിന്നെ നമ്മൾ ഫ്ലൈറ്റിനുള്ളിൽ കയറിക്കണം. നമ്മുടെ ഒമാൻ എയർ ആയിരുന്നുണ്ട് നമ്മുടെ ഫ്ലൈറ്റ്. നല്ല അടിപൊളി ഫ്ലൈറ്റ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ സൗദി അറേബ്യയിലേക്കും അതുപോലെ എത്തിഹാദിൻ്റെയൊക്കെ ആ ഒരു ടച്ച് ഉണ്ടായിരുന്നു നമ്മുടെ ഒമാൻ എയറിനും. സംഭവം നല്ല രസമുണ്ടായിരുന്നു. കുട്ടികൾക്കാണെങ്കിലൊക്കെ കിഡ്സിനുള്ള കാർട്ടൂൺസ്, മൂവീസ്, സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ഹെഡ്സെറ്റും കിട്ടും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് കേൾക്കാം. പക്ഷേ ആ ഹെഡ്സെറ്റ് എത്ര ആയിട്ടും നമ്മുടെ ചെവിയിൽ ഇരിക്കണ്ടായിരുന്നില്ല. എന്താ സംഭവം എനിക്കറിയില്ല. എൻ്റെ ചെവിയുടെ കുഴപ്പമാണോ ഹെഡ്സെറ്റിൻ്റെ കുഴപ്പമാണോ എനിക്കറിയില്ല. എന്തായാലും അത് എനിക്ക് അത്ര സൂട്ടബിളായി തോന്നിയില്ല. ബട്ട് സ്റ്റിൽ ഇത് നല്ലൊരു ഐഡിയ ആണ്. അത് ചിലവർക്ക് ചിലപ്പോൾ ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. മറ്റേ കുട്ടി പറഞ്ഞ പോലെ. അപ്പോൾ എനിക്കതെന്തോ ശരിയായില്ല. ഞാൻ പിന്നെ അതിൽ കുറച്ചേരൊക്കെ ഇരുന്നു. പക്ഷേ ഈ 3:40 ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ദിവസം നൈറ്റിൻ്റെ ഫുൾ ഉറക്കം പോയി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഫ്ലൈറ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ട് ജേർണലിംഗ് ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എന്താ പറയാ, ഉറങ്ങിപ്പോയി ഗൈസ്. പിന്നെ ഞാൻ എണീക്കുന്നത് അവരെ ഫുഡ് കൊണ്ട് തന്നപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എണീക്കും. ഇത് 1.5 hours ഉണ്ടായിരുന്നു കേട്ടോ. ദോഹേന്ന് ഒമാനിക്ക്, ഒമാൻ മീൻസ് മസ്കത്തേക്ക് ഉണ്ടായിരുന്നു. സോ അങ്ങനെ മസ്കറ്റിൽ ഇറങ്ങിയിട്ട് ഒരു 2 hours ലേറ്റർ ലേവർ ഉണ്ടായി. അങ്ങനെ ആ 1.5 അതായപ്പോൾ തന്നെ നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് തന്ന ഐറ്റംസ് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ആ ഒരു വ്യൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു 4 മണി 5 മണി ആ ടൈമാണ് ശരിക്കും നമ്മൾ ഫ്ലൈറ്റിൽ. അപ്പോൾ കറക്റ്റ് ആ സൂര്യൻ ഇങ്ങനെ ഇതായി വരുന്ന രസമുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു കേക്കും പിന്നെ ഒമാൻ ചിപ്സും ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. ഈ 2 സംഭവമാണ് നമുക്ക് കിട്ടിയത് ഒരു സ്നാക്സ് ആയിട്ട്. ഓക്കെ, ഇത് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ആയിരിക്കാം, മേ ബി ആയിരിക്കാം. അപ്പം എന്തായാലും അതൊക്കെ നല്ല വ്യൂ ആയിരുന്നു, നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ഇവനെന്തായാലും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനും ഇതൊക്കെ കഴിച്ച് പിന്നെ അവൻ നീച്ചപ്പോൾ അവന് ഒമാൻ ചിപ്സ് കൊടുത്തു. അപ്പോൾ അവനക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവനിരുന്നും കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ലാൻഡ് ചെയ്തു. കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ലാൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ അവസാനം മസ്കറ്റിൽ എത്തിയിട്ടുണ്ട്. സോ അവിടെ നമ്മളൊരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചു കേട്ടോ. എനിക്ക് നല്ല വിശന്നിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ. കാരണം 2 മണിക്കൂറായി, കുറേ നടക്കാനും ഉണ്ടായിരുന്നു നമ്മുടെ ആ ഒരു സെക്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അത് നമ്മൾ അവിടെ നിന്ന് കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് കയറുക കേട്ടോ. ഒമാൻ എയറിന് തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ട് നമുക്ക് ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഓറഞ്ച് ജ്യൂസാണ്, ആപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ഓറഞ്ച് ജ്യൂസ് കേട്ടോ. പക്ഷെ ഓറഞ്ച് ജ്യൂസ് ഭയങ്കര പുളിയായിരുന്നു കേട്ടോ. കാരണം കറക്റ്റ് അവരുടെ ആ ഓറഞ്ച് ഇങ്ങോട്ട് ഇതാക്കി തന്നിട്ടാണ് തോന്നുന്നത്. മധുരമൊന്നും ഇടാത്തതുകൊണ്ട് ഭയങ്കര പുളിയായിരുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ എന്താ പറയുക, ഒരു മുട്ടയുടെ എന്തോ ഒരു ചിക്കിയിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു സോസേജും പിന്നെ അതിൻ്റെ കൂടെ തന്നെ മറ്റേ കോൺ ഉണ്ടല്ലോ, അതും അങ്ങനെ എന്തോ ഒരു സംഭവം ആക്കിയിട്ടുണ്ടായിരുന്നു. അത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ബന്നും അതിൻ്റെ കൂടെ ജാമും ബട്ടറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തേക്കാൻ വേണ്ടിയിട്ടും. സോ അതൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കഴിച്ചു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഒരു 4 hours യാത്രയ്ക്ക് ശേഷം നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒമാൻ എയറിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഐ മീൻ നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, അതിൽ സങ്കടമുണ്ട്. കാരണം പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. കാരണം ആ രാത്രി ഫുള്ള് ഉറങ്ങായിട്ട് അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു പെട്ടി കിട്ടി, നമ്മളെല്ലാ പെട്ടിയും കിട്ടി. ലാസ്റ്റ് ഒരു പെട്ടി മാത്രം കിട്ടിയില്ല. എപ്പോഴും അങ്ങനെയാണ് എന്താണെന്നറിയില്ല. ആ ഒരു പെട്ടി മാത്രം കുറേ ഉണ്ടായിരുള്ളൂ. എന്താണത് അങ്ങനെയെന്ന് അറിയില്ല. അങ്ങനെ ഫൈനലി നമ്മൾ
കൊച്ചിയിലെത്തി നമ്മുടെ പേരൻസ് ഉണ്ടായിരുന്നു. അവരൊക്കെ മീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുകയാണ്. സദ്യയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അതൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ, സീ യു.